സ്വാതന്ത്ര്യം, സമാധാനം, സമഭാവന, സഹാനുഭൂതി എന്നിവയിലൂന്നി വ്യക്തിത്വ വികാസം ഉറപ്പുവരുത്തുവാൻ മാതാപിതാക്കൾക്കും സമൂഹത്തിനും ഉത്തരവാദിത്തമുണ്ട് എന്ന് പ്രഖ്യാപിച്ച UN പ്രമേയം അവതരിപ്പിക്കപ്പെട്ട വർഷം ഏതെന്നാണ് ചോദ്യം. അത് നമുക്ക് ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും, ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കും. ശിശുവിന് വാത്സല്യം, സ്വാതന്ത്ര്യം, സമാധാനം, സദ്ഭാവന, സഹാനുഭൂതി എന്നിവയിലൂന്നി വ്യക്തിത്വ വികാസം ഉറപ്പുവരുത്താൻ മാതാപിതാക്കൾക്കും സമൂഹത്തിനും ഉത്തരവാദിത്തമുണ്ട് എന്ന് പ്രഖ്യാപിച്ച UN പ്രമേയം അവതരിപ്പിക്കപ്പെട്ട വർഷമെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ UN കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രമേയം അവതരിപ്പിച്ച വർഷമെന്ന് ചോദിക്കാം. ഏതായാലും ഓപ്ഷൻ ഡി ആണ് 1989 നവംബർ 20. 1989 നവംബർ 20-ലാണ് 1989 നവംബർ 20-നാണ് ഈ ഒരു UN പ്രമേയം എന്ത് ചെയ്തിട്ടുള്ള കുട്ടികളെ അവതരിപ്പിച്ചത്. മനസ്സിലായ? ഓക്കെ. ഞാൻ ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ടിട്ട് നിങ്ങൾ മറുപടി പറയണം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ഓക്കെ, ബാലവേല നിരോധന നിയമം. ബാലവേല നിരോധന നിയമം ഏത് വർഷമാണ്? ബാലവേല നിരോധന നിയമം ഏത് വർഷമാണ്? പറഞ്ഞേ, ബാലവേല നിരോധന നിയമം ഏത് വർഷം? ആരും പറയുന്നില്ലല്ലോ. ചൈൽഡ് ലേബർ പ്രിവെൻഷൻ ആക്ട്, ബാലവേല നിരോധന നിയമം ഏത് വർഷം എന്ന് ആരും പറയുന്നില്ല. 1986, 1986 ചോദ്യമാണ്, ഇമ്പോർട്ടന്റ് ആണ്. ബാലവേല നിരോധന നിയമം 1986-ലാണ്. 1986-ലാണ്. നമുക്കറിയാം ആർട്ടിക്കിൾ 24 ബേസ് ചെയ്തിട്ടാണ്. ആർട്ടിക്കിൾ 24 ബേസ് ചെയ്തിട്ടാണ് ബാലവേല നിരോധന നിയമം. ബാലവേല നിരോധന നിയമം ആർട്ടിക്കിൾ 24 ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, എങ്കിൽ ഞാൻ ചോദിക്കുകയാണ്, ബാലാവകാശ സംരക്ഷണ നിയമം, ബാലാവകാശ സംരക്ഷണ നിയമം അത് ഏത് വർഷമാണ്? ബാലാവകാശ സംരക്ഷണ നിയമം ഏത് വർഷമാണ്? ബാലാവകാശ സംരക്ഷണ നിയമം ഏത് വർഷമാണ്? പറഞ്ഞേ, ബാലാവകാശ സംരക്ഷണ നിയമം ഏത് വർഷമാണ്? ബാലാവകാശ സംരക്ഷണ നിയമം 2005. ബാലാവകാശ സംരക്ഷണ നിയമം 2005. ബാലാവകാശ സംരക്ഷണ നിയമം 2005. ഓക്കെ, അടുത്ത NCPCR, നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്. നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്, അതായത് ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ 2005 നിയമപ്രകാരമാണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ ഫോം ചെയ്തിരിക്കുന്നത്. അത് ഏത് വർഷം? 2007 മാർച്ച് 5 അല്ലെ? 2007 മാർച്ച് 5. NCPCR മീൻസ് നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്, ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ 2007 മാർച്ച് 5. അടുത്ത് SCPCR, സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ്, SCPCR, സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ഏത് വർഷം? സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ഏത് വർഷം കുട്ടികളെ? ആരും പറയുന്നില്ല. 2013 ജൂൺ 3. 2013 ജൂൺ 3. ഓക്കെ, അടുത്ത ബാലനീതി നിയമം, ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ഏത് വർഷം? ബാലനീതി നിയമം അല്ലെങ്കിൽ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ഏത് വർഷം? ബാലനീതി നിയമം അല്ലെങ്കിൽ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ഏത് വർഷം കുട്ടികളെ? 2015. ബാലനീതി നിയമം അല്ലെങ്കിൽ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് 2015. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാൻ പറ്റണം. ഓക്കെ അല്ലേ? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം. ഓക്കെ, യുഎന്നിന്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രമേയം അത് അവതരിപ്പിക്കപ്പെട്ടത് 1989 നവംബർ മാസം 20-നാണ് അല്ലേ? 1989 നവംബർ മാസം 20-നാണ് അത് അവതരിപ്പിക്കപ്പെട്ടത്. എന്നാൽ ഇന്ത്യയില് ആർട്ടിക്കിൾ 24 ബേസ് ചെയ്തുകൊണ്ട് ബാലവേല നിരോധന നിയമം, ഓക്കെ, ഇന്ത്യയിൽ ആർട്ടിക്കിൾ 24 ബേസ് ചെയ്തുകൊണ്ട് ബാലവേല നിരോധന നിയമം ഏത് വർഷമാണ്? 1986-ലാണ് ബാലവേല നിരോധന നിയമം. ഓക്കെ, എന്നാൽ ഇന്ത്യയിലെ ബാലാവകാശ സംരക്ഷണ നിയമം
ബാലാവകാശ സംരക്ഷണ നിയമം 2005 ബാലാവകാശ സംരക്ഷണ നിയമം 2005 ആ ബാലാവകാശ സംരക്ഷണ നിയമം ബേസ് ചെയ്തിട്ട് നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് 2007 മാർച്ച് 5 നാഷണൽ കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് 2007 മാർച്ച് 5. ഓക്കെ, 2005 തന്നെ ഈ നിയമം അനുസരിച്ച് സ്റ്റേറ്റ് കമ്മീഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് ചൈൽഡ് റൈറ്റ്സ് കേരളത്തില് 2013 ജൂൺ 3. ഇനി ജുവനൈൽ ജസ്റ്റിസ് ആക്ട് ബാലനീതി നിയമം 2015 ബാലനീതി നിയമം. ഓക്കെ അല്ലേ? ഓക്കെ, ഇപ്പോഴത്തെ NCPCRന്റെ ചെയർമാൻ ആരാണ്? ദേശീയ ബാലാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർമാൻ ആരാണ്? പറഞ്ഞേ. വാലട്ടി പ്രേംചന്ദ് ആണല്ലേ? വാലട്ടി പ്രേംചന്ദ് അല്ലേ? ഓക്കെ, ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ ചെയർമാന്റെ പേര് എന്താ കുട്ടികളെ? വാലട്ടി പ്രേംചന്ദ്. ഓക്കെ, ഇനി സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാന്റെ പേരെന്താണ്? സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാ? പറഞ്ഞേ. അത് KV മനോജ് കുമാർ ആണല്ലേ? സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? KV മനോജ് കുമാർ ആണ് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരെന്ന് കേട്ട് കഴിഞ്ഞാല് KV മനോജ് കുമാർ ആണ് അല്ലേ? ഓക്കെ അല്ലേ? ക്ലിയർ ആണ്, അത് ഓർത്തിരുന്നോണേ. പിന്നെ നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും. അതായത് നമ്മുടെ സംസ്ഥാനത്ത് പാസ്സാക്കുന്ന ഏതൊരു നിയമവും കുട്ടികളുടെ സംരക്ഷണത്തെ മറികടക്കുന്നതായിരിക്കാൻ പാടില്ല. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അതുപോലെ സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എറണാകുളത്താണ് എന്നൊക്കെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അത് തെറ്റാണ്. സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. ഞാൻ ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, ഏതൊരു നിയമവും നമ്മുടെ സംസ്ഥാനത്ത് പാസ്സാക്കുന്ന ഏതൊരു നിയമവും കുട്ടികളുടെ അവകാശത്തെ ബാധിക്കുന്നതാകാൻ പാടില്ല. കുട്ടികളുടെ അവകാശങ്ങൾ, അതുപോലെ പിന്നെ മൗലിക അവകാശങ്ങൾ, ഇതിനെയൊന്നും ബാധിക്കുന്ന നിയമങ്ങൾ നിലനിൽക്കത്തില്ല കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു പോയിന്റ് കണ്ടത് ശരിയാണ് കേട്ടോ. നമ്മുടെ സംസ്ഥാനത്ത് പാസ്സാക്കുന്ന ഏതൊരു നിയമവും എന്ത് പാടില്ല? കുട്ടികളുടെ അവകാശങ്ങളെ ബാധിക്കാൻ പാടില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ അല്ലേ? സെറ്റല്ലേ? ഇനി അടുത്ത് നമുക്ക് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആണ് നമുക്ക് ഇനി അടുത്ത് വരാൻ പോകുന്ന മെയിൻ എക്സാം എന്ന് പറയാൻ പോകുന്നത്. സെപ്റ്റംബർ 19 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം പരീക്ഷകൾ നല്ല ടൈറ്റ് ആവുന്നുണ്ട്. അപ്പം നല്ല നിലവാരത്തിൽ നിങ്ങൾക്ക് പഠിച്ച് വരണമെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസും എല്ലാം നല്ല ക്ലിയർ ആയിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജൂലൈ 22 മുതൽ നമ്മുടെ ആപ്ലിക്കേഷനിൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് റാങ്ക് ബൂസ്റ്റർ ബാച്ചാണ്. എന്ന് വെച്ചാൽ ഇപ്പം റീസെന്റ് ആയിട്ട് തുടങ്ങിയ ആൾക്കാർക്ക് ജോയിൻ ചെയ്ത യൂസ് അല്ലേ എന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇരുന്ന് പഠിക്കാൻ സമയമുണ്ട്, പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ആവും. കുറച്ചൊന്ന് പഠിച്ച് ഒന്ന് റിവിഷനൊക്കെ ചെയ്യാൻ തയ്യാറായിട്ടുള്ള കുട്ടികൾക്കായിരിക്കും കുറച്ചുകൂടെ യൂസ് ആവുന്നത്. ഇപ്പം റീസെന്റ് ആയിട്ട് തുടങ്ങുന്ന ആൾക്കാർക്കും സഹായകമാകും. ക്ലാസ് ഒക്കെ പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് എടുക്കുന്നത്. കൂടുതൽ ക്ലാസ് ഞാൻ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. പിന്നെ സബ്ജക്റ്റുകൾ, അതായത് ഇംഗ്ലീഷ്, മലയാളം അങ്ങനെയുള്ള സബ്ജക്റ്റുകൾ മാത്രമേ വേറെ ആൾക്കാർ എടുക്കുന്നുള്ളൂ. ടോട്ടൽ ഫീസ് വരുന്നത് 799 രൂപയാണ്. ഞാൻ ഫസ്റ്റ് കമന്റിൽ കോഴ്സിന്റെ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, നിങ്ങൾ അവിടെ കയറിയാൽ നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? എല്ലാ എക്സാം കഴിഞ്ഞ് അതിന്റെ എക്സ്പ്ലനേഷൻ കഴിയുന്നവരെ നിങ്ങൾക്ക് ആ കോഴ്സിന്റെ വാലിഡിറ്റി ഉണ്ടാവും കേട്ടോ. ശരി, സംസ്ഥാനത്തിന് നിയമം പാസ്സാക്കാൻ പറ്റൂടെ? സംസ്ഥാനത്തിന് എങ്ങനെ നിയമം പാസ്സാക്കുന്നേ? സംസ്ഥാനത്തിന് നിയമം പാസ്സാക്കാൻ പറ്റുമോ? പറ്റുമോ ഇല്ലേ? എങ്ങനെ പറ്റും? സംസ്ഥാനത്തിന് എങ്ങനെ നിയമം പാസ്സാക്കാൻ പറ്റണത്? ഹൗ അതിനല്ലേ സംസ്ഥാന നിയമസഭ. ഏതൊക്കെ വിഷയങ്ങളിൽ
ഏതൊക്കെ വിഷയങ്ങളിൽ നിയമം പാസ്സാക്കാൻ പറ്റും സംസ്ഥാനത്തിന്? ഏതൊക്കെ വിഷയങ്ങളിൽ നിയമം പാസ്സാക്കാൻ പറ്റും? പറഞ്ഞേ. ഏതൊക്കെ വിഷയങ്ങളിൽ നിയമം പാസ്സാക്കാൻ പറ്റും സംസ്ഥാനത്തിന്? രേഷ്മ പറഞ്ഞത് തെറ്റാണ്. നിങ്ങൾ ആലോചിക്കും പിള്ളേരെ. മോശം 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 മോശം. നിങ്ങൾ ആരും പറയുന്നില്ല. എസ് കൃഷ്ണേന്ദ്രന്റെ കുരുട്ട് ബുദ്ധി ഉണർന്നു തുടങ്ങിയിരിക്കുകയാണ്. ഓക്കെ. എടാ, ഏതൊക്കെ ലിസ്റ്റിലാ സംസ്ഥാനത്തിന് നിയമം പാസ്സാക്കാൻ പറ്റുന്നത്? ഇത്രയും നിസ്സാരമായിട്ടുള്ള ചോദ്യം ചോദിച്ചിട്ട് അവിടെ കിടന്ന് തപ്പിക്കളിക്കുകയാണ്. കറക്റ്റ് ഉത്തരം ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. ഓക്കെ. എടാ, രണ്ട് കാര്യങ്ങൾ. സ്റ്റേറ്റ് ലിസ്റ്റിലും കൺകറന്റ് ലിസ്റ്റിലുമുള്ള വിഷയങ്ങളിൽ, സ്റ്റേറ്റ് ലിസ്റ്റിലും കൺകറന്റ് ലിസ്റ്റിലുമുള്ള വിഷയങ്ങളിൽ, സ്റ്റേറ്റ് ലിസ്റ്റിലും കൺകറന്റ് ലിസ്റ്റിലുമുള്ള വിഷയങ്ങളിൽ സംസ്ഥാനങ്ങൾക്ക് നിയമം പാസ്സാക്കാം. മനസ്സിലായോ? സ്റ്റേറ്റ് ലിസ്റ്റിലും കൺകറന്റ് ലിസ്റ്റിലുമുള്ള വിഷയങ്ങളിൽ, സ്റ്റേറ്റ് കൺകറന്റ് ഇതിലുള്ള വിഷയങ്ങളിൽ ആർക്ക് നിയമം പാസ്സാക്കാം? ആർക്ക് നിയമം പാസ്സാക്കാം? സംസ്ഥാനങ്ങൾക്ക് നിയമം പാസ്സാക്കാം. ഓക്കെ, മനസ്സിലായില്ലടാ? ഓക്കെ. ഇനി ആര് ചോദിച്ചാലും പറഞ്ഞു കൊടുക്കണേ. സംസ്ഥാനത്തിന് സ്റ്റേറ്റ് ലിസ്റ്റ് മാത്രമല്ല കൺകറന്റ് ലിസ്റ്റും പറ്റും കേട്ടോ. പക്ഷെ അവിടെ തന്നെ മറ്റൊരു ചോദ്യം നിങ്ങളെ കാത്തിരിപ്പുണ്ട്. കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട ഒരു വിഷയത്തിൽ സംസ്ഥാനവും കേന്ദ്രവും തമ്മിൽ തർക്കമുണ്ടായി കഴിഞ്ഞാൽ, അതാണ് ഞാൻ പറയാൻ വന്നത്. അധികാരം കൂടുതൽ കേന്ദ്രത്തിനെന്നല്ല, സംസ്ഥാനത്തിനും നിയമം പാസ്സാക്കുമല്ലോ. തർക്കം വന്നാൽ മാത്രമേ അധികാരം ആർക്ക് കൂടുതൽ നിൽക്കുന്നുള്ളൂ? സെൻട്രലിന് കൂടുതൽ നിൽക്കുന്നുള്ളൂ. തർക്കം വന്നാൽ മാത്രം. ഓക്കെ. പക്ഷെ സ്റ്റേറ്റ് ലിസ്റ്റിലും കൺകറന്റ് ലിസ്റ്റിലും പെട്ട വിഷയത്തില് ആർക്ക്? സ്റ്റേറ്റിന് നിയമം പാസ്സാക്കാം. തർക്കം വന്നാൽ മാത്രം, സ്റ്റേറ്റും സെൻട്രലും തമ്മിൽ തർക്കം വന്നാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ കുട്ടികളെ? നിലനിൽക്കത്തുള്ളൂ. ഈ പറയുന്ന കേന്ദ്ര നിയമം നിലനിൽക്കത്തുള്ളൂ. അത് ചോദ്യമാണ് കേട്ടോ. അതുപോലെ നിങ്ങൾ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ. അതായത് സ്റ്റേറ്റ് ലിസ്റ്റിലുള്ളൊരു വിഷയം, ഓക്കെ, ആ വിഷയത്തെ യൂണിയൻ ലിസ്റ്റിലേക്കോ കൺകറന്റ് ലിസ്റ്റിലേക്കോ മാറ്റണമെങ്കിൽ ആരുടെ അംഗീകാരം ആവശ്യമാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ടൊരു വിഷയത്തെ നമ്മുടെ പൊതു താല്പര്യം മാനിച്ചുകൊണ്ട് യൂണിയൻ ലിസ്റ്റിലേക്കോ കൺകറന്റ് ലിസ്റ്റിലേക്കോ മാറ്റണമെങ്കിൽ ആരുടെ അംഗീകാരം ആവശ്യമാണ്? ആരുടെ അംഗീകാരം ആവശ്യമാണ് പിള്ളേരെ? രാജ്യസഭയുടെ അംഗീകാരം ആവശ്യമാണ്. രാജ്യസഭയുടെ അംഗീകാരം ആവശ്യമാണ്. സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ടൊരു വിഷയം കൺകറന്റ് ലിസ്റ്റിലേക്കോ യൂണിയൻ ലിസ്റ്റിലേക്കോ മാറ്റണമെങ്കിൽ രാജ്യസഭ അംഗീകരിക്കണം. കാരണം കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ആണ് രാജ്യസഭ. സംസ്ഥാനങ്ങളുടെ കൗൺസിലാണ് രാജ്യസഭ. സോ അവിടെ രാജ്യസഭയുടെ അംഗീകാരം മസ്റ്റ് ആയിട്ട് ആവശ്യമാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? ഞാനിതൊന്നും വെറുതെ പറഞ്ഞു പോകുന്നില്ല. ഇതെല്ലാം ചോദ്യമായി പല തവണ ആവർത്തിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ചോദ്യമായി വന്നപ്പോഴെല്ലാം ഒരുപാട് കുട്ടികളെ ബുദ്ധിമുട്ടിച്ച കാര്യങ്ങൾ കൂടിയാണ് കേട്ടാ. അതുകൊണ്ട് നിങ്ങള് കേട്ടാ, ഈ ക്ലാസ്സിൽ ഞാൻ പറയുന്ന ഏതൊരു കാര്യം നിങ്ങൾക്ക് അറിഞ്ഞൂടാത്തതാണെങ്കിൽ, ക്ലാസ്സുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങൾ കേട്ടാ, ഏതൊരു കാര്യം അറിഞ്ഞൂടാത്തതാണെങ്കിൽ അത് മസ്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കണം. ഞാൻ ഇവിടെ കുറെ വർഷങ്ങൾ എഴുതിയിട്ടില്ലേ ഈ കുട്ടികളുമായി ബന്ധപ്പെട്ട? അതെല്ലാം പ്രീവിയസ് ചോദ്യമാണ്. അതെല്ലാം റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ചോദ്യങ്ങൾ കൂടിയാണ്. മനസ്സിലായ? അപ്പൊ അത് നിങ്ങൾ ഓർത്ത് വേണം നിങ്ങൾ ക്ലാസ് ഇരിക്കേണ്ടത്. ഓക്കെ. നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് അത് ചോദ്യം ചോദിച്ചിട്ടില്ലെന്നല്ല എന്റെ അർത്ഥം. ചോദിച്ചിട്ടുണ്ടാവും. ഓക്കെ, അത് മനസ്സിലായിക്കണം കേട്ടോ. ശരി. പിന്നെ ഈ കൊല്ലംകാരെ പറയണതും പാലക്കാടുകാരെ പറയണത് അതൊന്നും നോട്ട് ചെയ്ത് വെക്കണ്ട കേട്ടോ. അതൊക്കെ എന്റെ അമർഷം കൊണ്ട് ഞാൻ പറയണതാണ് കേട്ടോ. ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഇനിയിപ്പോ ആലപ്പുഴയാണ് ഉൾപ്പെടും അതില്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നത് ഒന്ന് ഉത്തരം കമന്റ് ചെയ്തേ. എത്രയോ പേര് തെറ്റിച്ചൊക്കെ പറയുന്നുണ്ട്. എടാ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ഒരു ചെയർപേഴ്സണും 2 അംഗങ്ങളല്ലേ ഉള്ളൂ. അനുവൊക്കെ ആദ്യം ഏതാ കമന്റ് ചെയ്ത് വിട്ടെ? അനു മാത്രമല്ല, വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു? ഒരു ചെയർപേഴ്സണും 2 അംഗങ്ങളുമാണ്. ഒരു ചെയർപേഴ്സൺ 1+2 3 പേരാണ്.
ഓക്കെ 1+2 3 പേരാണ് കേട്ടോ, 3 പേര്. ക്ലിയർ ആണ്. ഓക്കെ, ഒരു ചെയർപേഴ്സണും 2 അംഗങ്ങളാണ് കേട്ടോ. ഇനി ഇതിനകത്ത് തന്നെ കിടപ്പുണ്ട്, NHRCയും കിടപ്പുണ്ട്. NHRCയും കിടപ്പുണ്ട്. NHRC ഏതാ? NHRC ഇതിനകത്തിന് കിടപ്പുണ്ട്. NHRC ഇതിനകത്തിന് കിടപ്പുണ്ട്. NHRC ഏതാ? NHRC ഏതാ? NHRC കിടപ്പുണ്ട്. ഒരു ചെയർപേഴ്സണും 5 അംഗങ്ങളും കേട്ടാ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ NHRC ഒരു ചെയർപേഴ്സണും 5 അംഗങ്ങളും. ഓക്കെ, NHRC മാത്രമല്ല, വുമൻസ് കമ്മീഷനും ഉണ്ട്, ദേശീയ വനിതാ കമ്മീഷനും ഉണ്ട് കേട്ടോ. ദേശീയ വനിതാ കമ്മീഷനും ഉണ്ട്. NHRC ആയിക്കോട്ടെ, ദേശീയ വനിതാ കമ്മീഷൻ ആയിക്കോട്ടെ, ഒരു ചെയർപേഴ്സണും 5 അംഗങ്ങളുമാണ്. ഓക്കെ അല്ലേ? ഇനി ഒരു ചെയർപേഴ്സണും 4 അംഗങ്ങളും എന്തൊക്കെ പറയാൻ പറ്റും നിങ്ങൾക്ക്? ഒരു ചെയർപേഴ്സണും 4 അംഗങ്ങളും എന്തൊക്കെ പറയാൻ പറ്റും നിങ്ങൾക്ക്? ഒരു ചെയർപേഴ്സണും 4 അംഗങ്ങളും എന്തൊക്കെ പറയാം? പറയുന്നില്ല ആരും. ദേശീയ പട്ടികജാതി കമ്മീഷൻ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ, അതുപോലെ പിന്നാക്ക വിഭാഗ കമ്മീഷൻ, ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ, ദേശീയ പട്ടികജാതി, ദേശീയ പട്ടികവർഗ, ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ, സംസ്ഥാന വനിതാ കമ്മീഷൻ, ഇതെല്ലാം ഒരു ചെയർപേഴ്സണും 4 അംഗങ്ങളുമാണ്. ഓക്കെ, ഒരു ചെയർപേഴ്സണും 4 അംഗങ്ങളുമാണ്. ദേശീയ പട്ടികജാതി കമ്മീഷൻ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ, ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ, സംസ്ഥാന വനിതാ കമ്മീഷൻ, അതുപോലെ ധനകാര്യ കമ്മീഷൻ, കേന്ദ്ര ധനകാര്യ കമ്മീഷൻ, ഇതെല്ലാം ഒരു ചെയർപേഴ്സണും 4 അംഗങ്ങളുമാണ്. ഓക്കെ, ഇനി വിവരാവകാശം, സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ ആയാലും സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ ആയാലും ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണറും 10 കമ്മീഷണർമാരും അല്ലേ? ഓക്കെ, പരമാവധി 11. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ബ്രില്യന്റ് കുട്ടികളാണ്. ശരി, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ. ഓക്കെ, ഇന്ത്യയില് പോരട്ടെ. ഇന്ത്യയില് ഏറ്റവും വേഗതയിൽ ഒഴുകുന്ന നദിയായ ടീസ്റ്റ ഏതെല്ലാം എന്തുപറ്റി ഹോസ്പിറ്റലില് സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത്? ലെഫ്റ്റ് ആയിക്കോ. ഓക്കെ, ഇന്ത്യയിൽ ഏറ്റവും വേഗതയിൽ ഒഴുകുന്ന നദിയായ ടീസ്റ്റ ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത്? ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദിയാണ് ടീസ്റ്റ കേട്ടോ. ഓക്കെ, അത് ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നതെന്ന് ചോദ്യം. ഞാൻ നിനക്കൊക്കെ 2 കാര്യം, അമ്മയ്ക്ക് വയ്യേ? ഓക്കെ, ലെഫ്റ്റ് ആയിക്കോ. ഓക്കെ, 2 കാര്യങ്ങൾ നിനക്കൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് ഇന്ത്യയിലെ 2 സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകതയുണ്ട്. അതൊന്ന് സിക്കിമും മറ്റൊന്ന് മേഘാലയയുമാണ്. എന്താണ് ആ പ്രത്യേകത? സിക്കിമിനും മേഘാലയയ്ക്കും എന്താണ് പ്രത്യേകത? പറഞ്ഞേ. സിക്കിമിനും മേഘാലയയ്ക്കും എന്താണ് കുട്ടികളെ പ്രത്യേകത? സിക്കിമിനും മേഘാലയയ്ക്കും എന്താണ് പ്രത്യേകത? സിക്കിമിനും മേഘാലയയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? ഒരൊറ്റ സ്റ്റേറ്റ് മാത്രമേ ബോർഡർ ആയിട്ടുള്ളൂ. സിക്കിമിന് വെസ്റ്റ് ബംഗാളും മേഘാലയയ്ക്ക് അസമുമാണ് ബോർഡർ ആയിട്ടുള്ളത്. അതായത് സിക്കിം വെസ്റ്റ് ബംഗാളുമായി മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ബോർഡർ പങ്കിടുന്നുള്ളൂ. മേഘാലയ അസമുമായി മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ കുട്ടികളെ? ബോർഡർ പങ്കിടുന്നുള്ളൂ. ഓക്കെ അല്ലേ? ആ കൺസെപ്റ്റ് ആലോചിച്ചാൽ തന്നെ ഉത്തരമായി. ഓക്കെ, സിക്കിം എവിടെ കിടക്കണം, അസം എവിടെ കിടക്കണം, ഇതെന്താ ഇങ്ങനെ ചാടിപ്പോവോ ഇത്?
നിങ്ങൾ സിക്കിം അസമും കുറെ എണ്ണം കമന്റ് ചെയ്ത്, അതാണ് ചോദിക്കുന്നത്. അതുപോലെ അസം പശ്ചിമ ബംഗാൾ കുറെ എണ്ണം കമന്റ് ചെയ്ത്. സിക്കിമിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് ടീസ്റ്റ. ഓക്കെ, സിക്കിമിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് ടീസ്റ്റ. ഞാൻ നിന്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് വടക്ക്, ഞാൻ വീണ്ടും പറയണം, ഇനി അടുത്തിനിപ്പം നിങ്ങൾക്ക് VFA എക്സാം, അതുപോലെ തന്നെ ബെബ്കോ LDയുടെ മെയിൻസ് അതൊക്കെ വരണ സമയത്ത് ഈ ഒരു വടക്കിഴക്ക്, നിങ്ങൾ വടക്കിഴക്കല്ല, നിങ്ങൾ ഇന്ത്യയുടെ മാപ്പിനെ പഠിച്ചു വെച്ചോ. ഇന്ത്യയുടെ മാപ്പ് ഫുള്ള് പഠിച്ചു വെച്ചോണം. ഇന്ത്യയുടെ മാപ്പ്, ഓരോ സംസ്ഥാനങ്ങൾ എവിടെയൊക്കെയാണ്, ഓരോ നദികൾ ഒഴുകുന്ന റൂട്ട്, കേട്ടാ, ഓരോ ഭൂപ്രദേശങ്ങൾ വരുന്നത്, പീഠഭൂമിയിൽ വരുന്നത്, മാപ്പ് ഒന്ന് വിഷ്വലൈസ് ചെയ്ത് പഠിച്ചു വെച്ചോ, കേട്ടാ, ആവശ്യം വരും. ശരി, അപ്പൊ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് സിക്കിമും വെസ്റ്റ് ബംഗാളുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത്. സിക്കിമിന്റെ ജീവരേഖ അല്ലേ ടീസ്റ്റ്? അപ്പൊ ഇതിന്റെ ആൻസർ ഏതാ? സിക്കിമിന്റെ ജീവരേഖയാണ് ടീസ്റ്റ്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ആൻസർ അല്ലേ? ഓപ്ഷൻ ഡി, സിക്കിം പശ്ചിമ ബംഗാൾ. സിക്കിം പശ്ചിമ ബംഗാൾ. സിക്കിം പശ്ചിമ ബംഗാൾ. ഓക്കെ. മേഘാലയ, അസം, നിങ്ങൾ ഓർത്ത് വെച്ചോണം. മേഘാലയ അസമുമായി മാത്രമേ അതിർത്തി പങ്കിടുന്നുള്ളൂ. സിക്കിം വെസ്റ്റ് ബംഗാളുമായി മാത്രമേ അതിർത്തി പങ്കിടുന്നുള്ളൂ. അപ്പൊ ഇവിടെ ആൻസർ സിക്കിം പശ്ചിമ ബംഗാൾ. സിക്കിമിന്റെ ജീവരേഖയാണ് ടീസ്റ്റ എന്നുള്ള പോയിന്റ് കൂടി ഓർത്തിരിക്കുക. സിക്കിമിന്റെ ജീവരേഖയാണ് ഏത് കുട്ടികളെ? ടീസ്റ്റ എന്നുള്ള പോയിന്റ് കൂടി ഓർത്തിരിക്കുക. ഓക്കെ അല്ലേ? ശരി. എന്നാൽ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്നത് ടീസ്റ്റയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും അപകടകാരിയായ നദി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായ നദി ഏതാ കുട്ടികളെ? ഏതാണ് ഏറ്റവും അപകടകാരിയായ നദി? ഏതാണ്? ആർക്ക് പറയാം? ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായിട്ടുള്ള നദി കോസിയാണ്. ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായിട്ടുള്ള നദി ചോദിക്കുകയാണെങ്കിൽ അത് കോസിയാണ്. കോസി. ഏറ്റവും അപകടകാരിയായിട്ടുള്ള നദി എന്ന് കേട്ട് കഴിഞ്ഞാൽ അത് കോസിയാണ് കേട്ടോ. കോസി. ഓക്കെ, കോസി. ശരി. അടുത്ത ക്വസ്റ്റ്യൻ, ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏതാണ്? രേഖ കടന്നു പോകാത്ത സംസ്ഥാനം കമന്റ് ചെയ്യും. മണിപ്പൂരാണല്ലേ? മണിപ്പൂർ. നമ്മള് ഉത്തരരേഖ നമ്മള് കോഡ് വെച്ച് പഠിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അറിയണം ആ കോഡ്. ഗജരാജ MP ചത്തത് ബംഗാളി പുരയിലെ മിസ് ആണ് കണ്ടത്. ഗജരാജ MP ചത്തത് ബംഗാളി പുരയിലെ മിസ്സാണ് കണ്ടത്. 8 സംസ്ഥാനങ്ങൾ കൂടെ കടന്നു പോകുന്നുണ്ട്. 1 ഗുജറാത്ത്, 2 രാജസ്ഥാൻ, 3 മധ്യപ്രദേശ്, 4 ഛത്തീസ്ഗഡ്, 5 ബംഗാള്, 6 ത്രിപുര, 7 മിസോറാം, 8 ജാർഖണ്ഡ്. ഓക്കെ. അപ്പൊ ഈ കോഡ് വേറെയും കോഡുണ്ട്. മറ്റേ MDയും MGRും ചേർന്നിട്ട് മറ്റേ JCB വാങ്ങി, അങ്ങനെ ഒരു കോഡുണ്ട്. പക്ഷെ സംസ്ഥാനങ്ങളുടെ പേര് കാത്തിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഓർത്ത് വെച്ചിരുന്നത്. ഇതാകുമ്പോ ഇത്തിരി ഒരു നെഗറ്റീവ് കാര്യമില്ല, ഒരാൾ ചത്ത കാര്യമില്ലേ പറയുന്നത്. അപ്പൊ ഗജരാജ MP ചത്തത് ബംഗാളി പുരയിലെ മിസ്സാണ് കണ്ടത്. ഓക്കെ അല്ലേ? ഗജരാജ MP ചത്തത് ബംഗാളി പുരയിലെ മിസ്സാണ് കണ്ടത്. ഇനി വേറൊരു ചോദ്യമുണ്ട്. നമ്മുടെ ഉത്തരായന രേഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 23.5 ഡിഗ്രി നോർത്ത് അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ. ഈ ഉത്തരായന രേഖയെ 2 തവണ മുറിച്ചു കടക്കുന്ന നദിയുണ്ട്. അത് ഏതാണ്? വളരെ ഉത്തരായന രേഖയെ 2 തവണ മുറിച്ചു കടക്കുന്ന നദിയുണ്ട്. അത് ഏതാണ്? ബീഹാറില്ല. ഉത്തരായന രേഖയെ 2 തവണ മുറിച്ചു കടക്കുന്ന നദി ഏതാ? ആര് പറയും? മാഹി. ഏതാ പിള്ളേരെ? മാഹി. ഉത്തരായന രേഖയെ 2 തവണ മുറിച്ചു കിടക്കുന്ന നദിയാണ് ഏത്? മാഹി. ലവക്ക് വിശക്കാണ് കേട്ടാ കൃഷ്ണൻ തോന്നി. സുഹൃത്തെ, മയ്യഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിവിടെ കേരളം കേട്ടാ, ആ പ്രദേശത്താണ്. കേരളത്തിലെ ഉത്തരായന രേഖ കടന്നു പോകുന്നുണ്ടോ? അതോ ഈ മയ്യഴി ഇവിടെ നിന്ന് ഒഴുകി അവിടെ പോയി ഇങ്ങനെ 2 തവണ കയറി ഇങ്ങ് തിരിച്ചു വരുമോ? മാഹിയാണ് കേട്ടോ. മാഹിപ്പുഴ. ഇത് വേറെ പുഴ, അത് മാഹിപ്പുഴ വേറെ പുഴ കേട്ടാ. മയ്യഴി എന്ന് പറഞ്ഞാൽ ഇങ്ങ് കിടക്കുന്നതാണ്. ഓക്കെ, ആ മാഹിയല്ല ഈ മാഹി. ക്ലിയർ ആണ്. അടുത്ത നമ്മുടെ ഭൂമധ്യരേഖ ഉണ്ടല്ലോ, ഭൂമധ്യരേഖ, ഇക്വേറ്റർ.
ഭൂമധ്യരേഖ ഉണ്ടല്ലോ പിള്ളേരെ, ഭൂമധ്യരേഖ, ഇക്വേറ്റർ. അതിനെ അത് നമുക്കറിയാം 0 ഡിഗ്രി അക്ഷാംശമാണ്. 0 ഡിഗ്രി അക്ഷാംശമാണ് ഏത്? ഭൂമധ്യരേഖ എന്ന് പറയുന്നത്. 0 ഡിഗ്രി അക്ഷാംശമാണ് ഭൂമധ്യരേഖ. ഈ ഭൂമധ്യരേഖയെ 2 തവണ മുറിച്ചു കിടക്കുന്ന നദി ഏതാ പിള്ളേരെ? അത് കോങ്കോ. ഭൂമധ്യരേഖയെ 2 തവണ മുറിച്ചു കിടക്കുന്ന നദി ഏതാണ്? കോങ്കോ റിവർ. അതും പ്രീവിയസ് ചോദ്യമാണ്. ഓക്കെ, ശരി. ഭൂമധ്യരേഖയുടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഭൂമധ്യരേഖ അത് പ്രിലിംസിന് ചോദിച്ചാൽ അത് പറഞ്ഞുതരാം കേട്ടോ, അടുത്ത ക്ലാസ്സിൽ എടുത്തിട്ട് പറഞ്ഞുതരാം അത്. ഓക്കെ, രാജ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള. ഓക്കെ, ശരി. അപ്പൊ ഇത് ഓർത്ത് വെച്ചോണം കേട്ടോ. ഉത്തരാരേഖ 8 സംസ്ഥാനങ്ങളുടെ പേരൊക്കെ ഓർത്ത് വെച്ചോണം കേട്ടോ. ശരി, അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. നാഗ്പൂർ പ്ലാൻ ഒന്ന് ചെയ്തേ. ഇത് NCR, ഇത് +1 +2 ആണ് കേട്ടോ. +1 +2 ആണ്, എളുപ്പമുള്ളതാണ്. ചെയ്തോ. പിള്ളേരെ, നാഗ്പൂർ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ രാജ്യത്തിലെ ആദ്യത്തെ 20 വർഷ വികസന പദ്ധതി, റോഡ് വികസന പദ്ധതിയാണ് എന്ന് പറയുന്നത് നാഗ്പൂർ പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, റോഡിന്റെ സാന്ദ്രത 16 km/100 സ്ക്വയർ കിലോമീറ്റർ എന്ന ലക്ഷ്യം കൈവരിക്കാൻ, ശരിയാണ്. നാഗ്പൂർ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാല് റോഡിന്റെ സാന്ദ്രത 16 km/100 സ്ക്വയർ കിലോമീറ്റർ എന്ന ലക്ഷ്യം കൈവരിക്കാൻ എന്ന പോയിന്റ് ശരിയാണ്. ഇന്ത്യയിൽ ആദ്യത്തെ 20 വർഷ വികസന പദ്ധതി, അതും ശരിയാണ്. നിലവിൽ വന്നത് 1948 എന്നുള്ളത് തെറ്റാണ്. 1900 നിലവിൽ വന്ന വർഷം ആർക്കെങ്കിലും അറിയോ? പഠിച്ചിട്ടുള്ള ആരെങ്കിലും നോക്കട്ടെ. നിലവിൽ വന്നത് 1943 20 വർഷ വികസന പരിപാടിയാണ്. 1943 നിലവിൽ വന്നത്. എന്നിട്ട് ഇത് 20 വർഷം എടുത്തില്ല, 18 വർഷം കൊണ്ട് പൂർത്തിയാക്കി. 1961 പൂർത്തീകരിച്ചു. 1943 സ്റ്റാർട്ട് ചെയ്തു, 1961 എന്ത് ചെയ്തു കുട്ടികളെ? പൂർത്തീകരിച്ചു. ഓക്കെ അല്ലേ? 1961 പൂർത്തീകരിച്ചു. അപ്പം ഇവിടെ ഓപ്ഷൻ A ആണ് ശരിയായിട്ട് വരുന്നത്, ശരിയായ പ്രസ്താവനയിൽ ചോദിച്ചിട്ടുള്ളത്. എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിലെ രണ്ടാമത്തെ സെക്കൻഡ് ആയിട്ടുള്ള 20 വർഷ റോഡ് വികസന പദ്ധതിയുടെ പേരെന്താണ്? ഒന്നാമത്തെ നാഗ്പൂർ പ്ലാൻ ആണെങ്കിൽ രണ്ടാമത്തത് ഏതാണ്? പറഞ്ഞേ. ഒന്നാമത് നാഗ്പൂർ പ്ലാൻ ആണെങ്കിൽ രണ്ടാമത്തത് ഏതാ? പറയുന്നില്ല ആരും. അറിഞ്ഞുകൂടെങ്കിൽ അറിഞ്ഞൂടെന്ന് പറ പിള്ളേരെ. പോയി, എല്ലായിടവും മരിച്ചു, സ്റ്റക്കായി. അത് പറ, അറിയില്ല. രണ്ടാമത്തത് ബോംബെ പ്ലാൻ. ഏതാ പിള്ളേർ? രണ്ടാമത്തത് ഏതാണ്? ബോംബെ പ്ലാൻ കേട്ടോ. ബോംബെ പ്ലാൻ ആണ് രണ്ടാമത്തത്. ബോംബെ പ്ലാൻ ആരംഭിക്കുന്നത് 1961, 1981. 1961-81 ബോംബെ പ്ലാന്റെ കാലഘട്ടം. ആ ബോംബെ പ്ലാൻ സാമ്പത്തിക പദ്ധതി 44 ബോംബെ പ്ലാൻ പിള്ളേരെ കാര്യം വയ്യടേ. അത് 44 എന്താണ്? അത് സാമ്പത്തിക പദ്ധതി, ആസൂത്രണ പദ്ധതിയാണ് 44 ബോംബെ പ്ലാൻ. ഓക്കെ, മനസ്സിലായ? നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനെ കുറിച്ചാ? നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് റോഡ് വികസന ഞാൻ വല്ല വിളിച്ച് പറയും കേട്ടാ. വിശക്കുന്നത് പറഞ്ഞുകൊണ്ട് മണ്ഡലം വിളിച്ച് പറയണോ? ഈ ബോംബെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 20 വർഷ റോഡ് വികസന പദ്ധതിയാണ്. ഇത് 61-81. ഇവിടെ നാഗ്പൂർ പ്ലാനിൻ്റെത് 16 km/100 സ്ക്വയർ കിലോമീറ്റർ എന്നല്ലേ ഇരുന്നാ? ഓക്കെ, ഇതിൻ്റെത് 32 km/100 സ്ക്വയർ കിലോമീറ്റർ എന്നാണ് കേട്ടോ. ഓക്കെ, 32 km/100 സ്ക്വയർ കിലോമീറ്റർ എന്നാണ്. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്.
അപ്പൊ ഇത്രയേ ഉള്ളൂ, വളരെ ബേസ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് കേട്ടോ, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇന്ത്യയിൽ ആദ്യത്തെ 20 വർഷ റോഡ് വികസന പദ്ധതിയുടെ പേരാണ് നാഗ്പൂർ പ്ലാൻ. നാഗ്പൂർ പ്ലാൻ 43-ൽ ആരംഭിച്ചു, 18 വർഷം കൊണ്ട് പൂർത്തിയാക്കി, 61-ൽ കംപ്ലീറ്റ് ആക്കി. ഓക്കെ, ഇനി അതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ റോഡിന്റെ സാന്ദ്രത എന്ന് പറഞ്ഞാൽ 16 കിലോമീറ്റർ പെർ 100 സ്ക്വയർ കിലോമീറ്റർ, 16 കിലോമീറ്റർ പെർ 100 സ്ക്വയർ കിലോമീറ്റർ നാക്കുകയെന്ന് ആ നാഗ്പൂർ പ്ലാന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ രണ്ടാമത്തെ 20 വർഷ റോഡ് വികസന പദ്ധതിയുടെ പേരാണ്, രണ്ടാമത്തെ 20 വർഷ റോഡ് വികസന പദ്ധതിയുടെ പേരാണ് ഇത് ബോംബെ പ്ലാൻ. അത് 61-81 കാലഘട്ടം, 61-81 കാലഘട്ടം. അതിന്റെ ലക്ഷ്യം എന്തായിരുന്നു? 32 കിലോമീറ്റർ പെർ 100 സ്ക്വയർ കിലോമീറ്റർ ആയിരുന്നു. 32 കിലോമീറ്റർ പെർ 100 സ്ക്വയർ കിലോമീറ്റർ ആയിരുന്നു. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്. അപ്പൊ ഈ രണ്ടെണ്ണം വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരുന്നോ. ഓൾറെഡി ചോദ്യം വന്നിട്ടുണ്ട്, ഇനി അങ്ങോട്ട് എപ്പോഴെങ്കിലും ഒക്കെ ചോദ്യം വരും. ഓക്കെ, അടുത്ത ദിവസം നോക്കടാ. അടുത്ത ചോദ്യം ചെയ്തേ. ഇന്ത്യയിലെ പ്രധാന വ്യവസായ മേഖലകളിൽ ഉൾപ്പെടാത്ത പ്രദേശം ഏതെന്നാണ്. ഇതും പ്രിലിംസിന്റെ ചോദ്യമാണ്. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യയിലെ പ്രധാന വ്യവസായ മേഖലകൾ എത്രണ്ണമാണ്? ഇന്ത്യയില് മേജർ ഇൻഡസ്ട്രിയൽ റീജിയൻസ് എത്ര എണ്ണം ഉണ്ട് കുട്ടികളെ? ഇന്ത്യയിലെ പ്രധാന വ്യവസായ മേഖലകൾ എത്ര എണ്ണമാണ്? പറഞ്ഞേ, പ്രധാന വ്യവസായ മേഖലകൾ എത്ര എണ്ണമാണ്? എല്ലാം അംബാലെ അമൃത്സരം കൊണ്ട് പോവുകയാണ്. നോക്കാം അതിനെ ശരിയെന്ന്. അറിയില്ല. ഇന്ത്യയില് മേജർ ഇൻഡസ്ട്രിയൽ റീജിയൻസ് 8 എണ്ണമാണ്. എത്ര കുട്ടികളെ? 8 എണ്ണം. നമുക്ക് ഓൾറെഡി ഒരെണ്ണം നമുക്ക് കിട്ടി. മുംബൈ പൂനെ ഒരെണ്ണമുണ്ട്, ഗുജറാത്ത് ഒരെണ്ണമുണ്ട്, കൊല്ലം തിരുവനന്തപുരം ഒരെണ്ണമുണ്ട്, 3 എണ്ണമായി. ഓക്കെ അല്ലേ? അപ്പം മേജർ ഇൻഡസ്ട്രിയൽ റീജിയൻസ് ഇന്ത്യയിൽ 8 എണ്ണമാണ്. മുംബൈ പൂനെ, ഗുജറാത്ത്, കൊല്ലം അമൃത്സർ. ഓക്കെ, ഇനി ഒരു നദിയുടെ പേരിൽ ഒരെണ്ണമുണ്ട്. ഏതാണത്? ഒരു നദിയുടെ പേരിൽ ഒരെണ്ണമുണ്ട്. അത് ഏതാ കുട്ടികളെ? നദിയുടെ പേരിൽ വരുന്ന ഒരു ഇൻഡസ്ട്രിയൽ റീജിയൻ ഉണ്ട്. ഏതാണ്? ഒന്ന് പറഞ്ഞു നോക്കിയേ. ആ നദിയിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ. ഏത്? ഹൂഗ്ലി. ഏതാ കുട്ടികളെ? ഹൂഗ്ലി വ്യവസായ മേഖല. ഹൂഗ്ലി വ്യവസായ മേഖല. അടുത്ത 5-മത്തത് ബംഗളൂരു തമിഴ്നാട് മേഖല. അടുത്ത് ഒരു പീഠഭൂമിയുടെ പേരിലൊരു മേഖലയുണ്ട്. പറഞ്ഞേ, ഒരു പീഠഭൂമിയുടെ പേരിൽ ഒരു മേഖലയുണ്ട്. ആർക്ക് പറയാം? ചോട്ടാ നാഗ്പൂർ റീജിയൻ. ഏതാ കുട്ടികളെ? ചോട്ടാ നാഗ്പൂർ റീജിയൻ. 6-മത്തത് ചോട്ടാ നാഗ്പൂർ റീജിയൻ. 7-മത്തത് ആർക്ക് പറയാം? 6-മത്തെ ചോട്ടാ നാഗ്പൂർ റീജിയൻ. 7-മത്തത് ആർക്ക് പറയാം? 7-മത്തത് ഗുരുഗ്രാം ഡൽഹി മീററ്റ്. ഗുരുഗ്രാം ഡൽഹി മീററ്റ്. 8-മത്തെ ഒരെണ്ണമുണ്ട്. 8-മത്തത് വിശാഖപട്ടണം. അറിയോ 8-മത്തെ റീജിയൻ? വിശാഖപട്ടണം ഗുണ്ടൂര് റീജിയൻ. കേട്ടോ, വിശാഖപട്ടണം ഗുണ്ടൂര് റീജിയൻ. ഓക്കെ, അപ്പൊ ഇതാണ് 8 റീജിയൻ. ഓക്കെ, ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇതൊരു റയർ ക്വസ്റ്റ്യൻ ആയിരുന്നു, നിങ്ങൾക്ക് ചോദിക്കും. ഇതും +1 +2 സ്കൂൾ ടെക്സ്റ്റിൽ നിന്നാണ്. ഇന്ത്യയിലെ പ്രധാന വ്യവസായ മേഖലകൾ 8 എണ്ണം. 1-മത്തത് മുംബൈ പൂനെ, 2 ഗുജറാത്ത്, 3 കൊല്ലം അമൃത്സർ, 4 ഹൂഗ്ലി, 5 ബാംഗ്ലൂർ തമിഴ്നാട്,
6 ഛോട്ടാ നാഗ്പൂർ, 7 ഗുരുഗ്രാം, ഡൽഹി, മീററ്റ്, 8 വിശാഖപട്ടണം, ഗുണ്ടൂര്. വിശാഖപട്ടണം, ഗുണ്ടൂര്. വിശാഖപട്ടണം, ഗുണ്ടൂര്. മനസ്സിലായോ നിങ്ങൾക്ക്? പിള്ളേരെ മനസ്സിലായോ? കൊല്ലം തിരുവനന്തപുരം അല്ലേ എന്നാ? കൊല്ലം തിരുവനന്തപുരം ആണെന്നല്ലേ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്? കൊല്ലം തിരുവനന്തപുരം ഇൻഡസ്ട്രിയൽ റീജിയൻ ആണ്. നമ്പർ ഇട്ട് വെച്ചിരിക്കുകയല്ലേ? കൊല്ലം തിരുവനന്തപുരം ഇൻഡസ്ട്രിയൽ റീജിയൻ ആണ് കേട്ടോ. ഓക്കെ അല്ലേ? മനസ്സിലായോ? ഓക്കെ. പിള്ളേരെ അംബാല അമൃത്സർ. അംബാല അമൃത്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മേജർ അല്ല, മൈനർ ഇൻഡസ്ട്രിയൽ ഏരിയ ആണ് കേട്ടോ. ഞാൻ പറഞ്ഞ സോറി. ഓക്കെ, സോറി. ക്ഷമിക്ക്. ഒന്ന് തെറ്റിപ്പോയുടെ ഒരു വാക്ക് മാറിപ്പോയല്ലേ. ഇവിടെ ചില ആൾക്കാർ ഇവിടെ കറി വെച്ചിട്ട് ചോറ് വെക്കാൻ പറഞ്ഞു. അത്ര വലിയ തെറ്റൊന്നും ഞാൻ ചെയ്തില്ലല്ലോ. ഒരു വാക്ക് മാറിപ്പോയി, ക്ഷമിക്കുക. അവിടെ നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടാ. ശരി. പേരാണ് കേട്ടോ, അത് ഓർത്തിരിക്കേ. അംബാല ജയിൽ കേട്ടിട്ടില്ലേ നിങ്ങൾ? അംബാല ജയില് ഒരു ചോദ്യമുണ്ട്. ഓക്കെ, അംബാല ജയിലിന്റെ ചോദ്യം എന്താണ്? അംബാല ജയിലിന്റെ ചോദ്യം എന്താണ്? അംബാല ജയിലിൽ ഒരു ചോദ്യമുണ്ട്. അംബാല ഹരിയാനയിലാണ്. ഹരിയാനയിൽ അംബാല ജയിലിൽ ഒരു ചോദ്യമുണ്ട്. ആർക്കെങ്കിലും പറയാവോ? ആരെങ്കിലും ഒന്ന് ഓർത്ത് പറഞ്ഞു. അംബാല ജയിലിന്റെ ചോദ്യം. ഭഗത് സിംഗ് ലാഹോറിലാണ് ഭഗത് സിംഗ് തൂക്കിലേറ്റിയത്. വളരെ നമ്മുടെ മഹാത്മാഗാന്ധി വധക്കേസില് നാഥുറാം വിനായക് ഗോഡ്സെയെ തൂക്കിലേറ്റിയത് അംബാല ജയിലിലാണ് കേട്ടോ. അംബാല ജയിലിൽ വെച്ചിട്ടാണ് നാഥുറാം വിനായക് ഗോഡ്സെ എന്ത് ചെയ്തത്? തൂക്കിലേറ്റിയത് കേട്ടോ. ഓക്കെ അല്ലേ? ക്ലിയർ ആണ്? അത് ഓർത്ത് വെച്ചോണേ. ശരി. ഇനി അടുത്ത ഒരു ചോദ്യം അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ഈ കൊല്ലം തിരുവനന്തപുരം വ്യാവസായിക മേഖലയിൽ ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് ഉൾപ്പെടുന്നത്? അതൊരു ചോദ്യമാണ്. കൊല്ലം തിരുവനന്തപുരം വ്യാവസായിക മേഖലയിൽ ഏതൊക്കെ സംസ്ഥാനങ്ങൾ ഉൾപ്പെടുന്നു? ഒന്ന് പറഞ്ഞേ കുട്ടികളെ. കൊല്ലം തിരുവനന്തപുരം വ്യവസായ മേഖലയിൽ ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? തിരുവനന്തപുരം, കൊല്ലം ഉണ്ട്. അത് പിന്നെ നമുക്ക് ഓർക്കാമല്ലോ. തിരുവനന്തപുരം ഉണ്ട്, അതുപോലെ കൊല്ലം ഉണ്ട്. ഓക്കെ, തിരുവനന്തപുരം കൊല്ലവും ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണ്. തിരുവനന്തപുരം കൊല്ലം ഉണ്ട്, പിന്നെ എറണാകുളം ഉണ്ട്, ആലപ്പുഴയാണ് കേട്ടോ. എറണാകുളം ഉണ്ട്, ആലപ്പുഴ. കൊല്ലം തിരുവനന്തപുരം വ്യാവസായിക മേഖലയിൽ വരുന്നത് തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, ആലപ്പുഴ. ഓക്കെ, തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, ആലപ്പുഴ എന്നീ ജില്ലകളിലായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ള കുട്ടികളെ ഇത് വ്യാപിച്ചു കിടക്കുന്നത് കേട്ടോ. തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, ആലപ്പുഴ എന്നീ ജില്ലകളിലായിട്ടാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഞാൻ ആ സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ശരി. അപ്പൊ അത് മനസ്സിലായല്ലോ നിങ്ങൾക്ക്? അത് മനസ്സിലായെങ്കിൽ ദാണ്ട ഈ ഒരു ചോദ്യം കൂടെ ചെയ്യാം. വിശക്കണവർക്ക് വേണമെങ്കിൽ പോവാം. എനിക്കും വിശക്കുക തന്നെ, എന്നാലും ഞാൻ പഠിപ്പിച്ചിട്ടേ പോകത്തുള്ളൂ. കുറെ വിശപ്പുകാർ ഇറങ്ങിയിരിക്കുന്നു. നല്ല മിച്ചറോ കപ്പലണ്ടിയൊക്കെ വാങ്ങിച്ചടുത്ത് വെച്ചിരിക്കണം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? ക്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിക്കുക, എനിക്കില്ലേ കഴിക്കാൻ പറ്റാതുള്ളൂ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇന്ത്യയെ കൂടാതെ ഏതെല്ലാം രാജ്യങ്ങൾ ഉൾപ്പെടുന്നു എന്നാണ്. ഓക്കെ, ഏതൊക്കെ രാജ്യങ്ങൾ ഉൾപ്പെടുന്നുള്ളത്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇന്ത്യയെ കൂടാതെ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? വളരെ പാകിസ്ഥാൻ, നേപ്പാള്, ശ്രീലങ്ക, ചൈന. ഏതാണ് അതിൽ വരാത്തത്? പാകിസ്ഥാൻ, നേപ്പാള്, ശ്രീലങ്ക, ചൈന, അതിലേതാ വരാത്തത്? ചൈന ഇല്ല. ഓക്കെ, ചൈന ഇല്ല. ഇവിടെ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, മ്യാൻമർ, ഇന്തോനേഷ്യ, ഇവിടെ ഏതൊക്കെയാ വരാത്തത്? ഇവിടെ വരാത്തത് മ്യാൻമർ വരുന്നില്ല, ഇന്തോനേഷ്യയും വരുന്നില്ല. മ്യാൻമർ വരുന്നില്ല, ഇന്തോനേഷ്യയും വരുന്നില്ല. ഓക്കെ, അടുത്ത ഭൂട്ടാൻ, നേപ്പാള്, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ഇതെല്ലാം വരുന്നുണ്ട് അല്ലെ? ഭൂട്ടാൻ, നേപ്പാള്, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ഇതെല്ലാം വരുന്നുണ്ട്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തില് ഉൾപ്പെടുന്നത് ഇന്ത്യ,
പാകിസ്ഥാൻ, നേപ്പാള്, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, പിന്നെ ഏതൊക്കെ വരുന്ന കുട്ടികളെ? ശ്രീലങ്ക, മാലിദ്വീപ്. ഇത്രയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ വരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇന്ത്യ, പാകിസ്ഥാൻ, നേപ്പാള്, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, മാലിദ്വീപ്. അതായത് ഇന്ത്യയും ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളും നമ്മൾ നോക്കുകയാണെങ്കിൽ, ചൈന ഇല്ല. ഓക്കെ, മ്യാൻമർ ഇല്ല. ഓക്കെ, അഫ്ഗാനിസ്ഥാൻ ഇല്ല. ഓക്കെ, ചൈന, മ്യാൻമർ, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങള് ഏതിൽ ഉൾപ്പെടുന്നില്ല? ഈ പറയുന്ന ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഉൾപ്പെടുന്നില്ല. അപ്പൊ ഇത് മൂന്നും ഇല്ലെന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ചൈന ഇല്ല, മ്യാൻമർ ഇല്ല, അഫ്ഗാനിസ്ഥാൻ ഇല്ല. ഓക്കെ അല്ലേ? ഇന്തോനേഷ്യ ഒന്നുമില്ല. നമ്മള് ഇന്ത്യയും ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളും പറയുമ്പോൾ നമ്മള് ചൈന, മ്യാൻമർ, അഫ്ഗാനിസ്ഥാൻ ഒക്കെ നമ്മുടെ അയൽ രാജ്യങ്ങളിൽ വരുന്നതല്ലേ പിള്ളേരെ? ഓക്കെ, മനസ്സിലായ? അപ്പം ആ മൂന്നെണ്ണം ഉൾപ്പെടുന്നില്ല. ചൈന ഇല്ല, മ്യാൻമർ ഇല്ല, അഫ്ഗാനിസ്ഥാൻ ഇല്ല, ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ ഇല്ല. ഓക്കെ, ശരി. എങ്കിൽ പറഞ്ഞ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഏറ്റവും വലിയ രാജ്യം ഏതാ? പറയടാ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഏറ്റവും വലിയ രാജ്യം ഏതാ? പറയൂ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഏറ്റവും വലിയ രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഏറ്റവും വലിയ രാജ്യം ഏതാ കുട്ടികളെ? ഇന്ത്യയാണ് ഏറ്റവും വലുത്. ഏറ്റവും ചെറിയ രാജ്യം ഏതാണ്? ഏറ്റവും ചെറിയ രാജ്യം ഏതാണ്? ഏറ്റവും ചെറിയ രാജ്യം മാലിദ്വീപ് ആണ്. ഏറ്റവും ചെറിയ രാജ്യം ഏതാണ്? മാലിദ്വീപ്. ഏറ്റവും വലുത് ഇന്ത്യയാണ്. ഏറ്റവും ചെറിയ രാജ്യം ഏതാണ്? മാലിദ്വീപ്. ഓക്കെ, ശരി. ഈ രണ്ട് ചോദ്യം കൂടെ ചെയ്തിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യും. ഞാൻ അത്ര എടുത്തിട്ടുള്ളൂ. ഓക്കെ. ഊർജയാനം പദ്ധതിയുടെ ഭാഗമായി പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യയിൽ ആദ്യത്തെ ഫിലമെന്റ് ബൾബ് ഫ്രീ പഞ്ചായത്ത് എന്നാണ് ചോദ്യം. ഊർജയാനം പദ്ധതിയുടെ ഭാഗമായി പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യയിൽ ആദ്യത്തെ ഫിലമെന്റ് ബൾബ് ഫ്രീ പഞ്ചായത്ത് ഏതാ കുട്ടികളെ? അത് പീലിക്കോടാണ്. പീലിക്കോട് കാസർഗോഡ് ജില്ലയിലാണ്. ഇതൊരു സ്റ്റാറ്റിക് GK ആയിട്ട് ചോദിക്കുന്നുണ്ട്. പീലിക്കോട് കാസർഗോഡ് ജില്ലയിലെ പീലിക്കോടാണ് കേട്ടോ. ഓക്കെ, അടുത്തത് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തേ. ഫൂട്ട് ലൂസ് വ്യവസായങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏവയെന്നാണ്? ഫൂട്ട് ലൂസ് വ്യവസായങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഒന്ന് ചെയ്തേ. അറിയില്ല. സ്കിപ്പ്. ഓക്കെ, സ്കിപ്പ്. ഓക്കെ, ക്ലിയർ ആണ് പിള്ളേരെ. പഞ്ചസാര വ്യവസായം ഇതിന് ഉദാഹരണമാണെന്നുള്ളത് തെറ്റാണ്. ഞാൻ നിങ്ങൾക്ക് ഫൂട്ട് ലൂസ് വ്യവസായം എന്താണെന്ന് പറഞ്ഞുതരാം. പിള്ളേരെ, ഫൂട്ട് ലൂസ് വ്യവസായം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് അസംസ്കൃത വസ്തുക്കളുടെ ആവശ്യമില്ല. അതുപോലെ തന്നെ വലിയ ഗതാഗത സംവിധാനങ്ങളുടെ ഒന്നും ആവശ്യമില്ല. അപ്പൊ അങ്ങനത്തെ വ്യവസായങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫൂട്ട് ലൂസ് വ്യവസായങ്ങൾ. വലിയൊരു ഫാക്ടറി അല്ലെങ്കിൽ വലിയൊരു ഓഫീസ്. ഓക്കെ അല്ലേ? അപ്പൊ അത് അങ്ങനത്തെ ഒന്നും ആവശ്യമില്ലാത്ത വ്യവസായങ്ങളെയാണ് എന്ത് പറയുന്നത്? ഫൂട്ട് ലൂസ് വ്യവസായം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്കറിയാം പഞ്ചസാര വ്യവസായം എന്ന് പറഞ്ഞാൽ അതിന് വലിയൊരു ഫാക്ടറി ആവശ്യമാണ്. അതുപോലെ തന്നെ ഈ അസംസ്കൃത വസ്തുവായിട്ടുള്ള കരിമ്പ് ആവശ്യമാണ് അല്ലേ? അതുപോലെ തന്നെ ഗതാഗത സംവിധാനങ്ങൾ ആവശ്യമാണ്. അപ്പൊ പഞ്ചസാര വ്യവസായം എന്തല്ല? ഒരു ഫൂട്ട് ലൂസ് വ്യവസായമല്ല. ഓക്കെ, അസംസ്കൃത വസ്തുക്കളോ ട്രാൻസ്പോർട്ടേഷനോ ഫാക്ടറികളോ ഒന്നും ആവശ്യമില്ലാത്ത വ്യവസായങ്ങളാണ് പറയുന്നത് ഫൂട്ട് ലോസ് വ്യവസായങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഘടകങ്ങളാണ് വ്യവസായ സ്ഥാനീയ ഘടകങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ വ്യവസായ സ്ഥാനീയ ഘടകങ്ങൾ ഫൂട്ട് ലോസ് വ്യവസായത്തിൽ കൂടുതലായി ബാധിക്കുന്നില്ല.
അതായത് റോ മെറ്റീരിയൽസോ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷനോ അല്ലെങ്കിൽ ഈ പറയുന്ന ഫാക്ടറീസോ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് വ്യവസായ സ്ഥാനീയ ഘടകങ്ങൾ കൂടുതലായിട്ട് ബാധിക്കുന്നില്ല. ഓക്കെ അല്ലേ? ഇനി കൂടുതൽ തൊഴിലാളികൾ ആവശ്യമാണ് എന്നുള്ളതും തെറ്റാണ്. ഓക്കെ, കൂടുതൽ ഇപ്പൊ ഫാക്ടറി അല്ല, ട്രാൻസ്പോർട്ടേഷൻ ഇല്ല, അസംസ്കൃത വസ്തുക്കൾ കൊണ്ടുവരേണ്ടതില്ല, അപ്പൊ അതുകൊണ്ട് കൂടുതൽ തൊഴിലാളികൾ ആവശ്യമാണ് എന്നുള്ളത് തെറ്റാണ്. ഓക്കെ അല്ലേ? തൊഴിലാളികൾ വളരെ കുറവ് തൊഴിലാളികൾ മാത്രം മതി. പരിസ്ഥിതി സൗഹാർദ്ദ വ്യവസായമാണ് അല്ലെ? പരിസ്ഥിതി സൗഹാർദ്ദ വ്യവസായമാണ്. അപ്പൊ അത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നോ തൊഴിലാളി ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ തൊഴിൽ നടക്കും? ഇവിടെ തൊഴിലാളി വേണം, തൊഴിലാളികൾ കുറവ്. ഓക്കെ, ആരൊക്കെ കടത്തിന് പ്രാവുന്നുണ്ട്, ഇയാളെ മതിയാക്കണമില്ലല്ലോ എന്ന്. നിർത്താം കേട്ടാ, ഇപ്പൊ നിർത്താം. ജലദോഷം കൂടിയാണ്. ഗുളിയും കഴിച്ചിട്ട് ഒരു 2 മണിക്കൂർ കിടന്ന് ഉറങ്ങണം. വീണ്ടും വൈകുന്നേരം മാത്സ് ഉണ്ട്, വീണ്ടും ബാക്കി കാര്യങ്ങൾ എടുക്കാറുണ്ട്. ഓക്കെ, ഗുളികയ്ക്കും സെഡേഷനാണ്. എക്സാമ്പിൾ പറഞ്ഞുതരാം. വളരെ പരിസ്ഥിതി സൗഹാർദ്ദ വ്യവസായമാണ്. അപ്പം ഓപ്ഷൻ ബി ആണ് കേട്ടോ, 2, 4. ഓപ്ഷൻ ബി ആണ് 2, 4. താങ്ക് യു സാറാ. ഉത്തരങ്ങൾ പറഞ്ഞിരിക്കട്ടെ. ഓക്കെ, ഇനി ഫുഡ് ലോസ് വ്യവസായത്തിന് ഉദാഹരണമാണ് നമ്മുടെ IT വ്യവസായം, അതുപോലെ കോൾ സെന്റർ വ്യവസായം, അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തിക സഹായങ്ങൾ നൽകുന്ന വ്യവസായങ്ങള്. ഓക്കെ, അപ്പൊ അതൊക്കെ എന്ത് ഉദാഹരണമാണ്? ഇപ്പൊ IT വ്യവസായം, കോൾ സെന്റർ വ്യവസായം, പിന്നെ ഈ സാമ്പത്തിക സഹായങ്ങളും മറ്റും നൽകുന്ന വ്യവസായങ്ങള്, അതൊക്കെയാണ് ഫുഡ് ലോസ് വ്യവസായത്തിന് ഉദാഹരണമായിട്ട് വരുന്നത്. അവിടെ നമുക്ക് റോ മെറ്റീരിയൽസ് ആവശ്യമില്ല, വലിയ എന്തിന്റെ ആവശ്യമില്ല, ഫാക്ടറീസിന്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പൊ അതൊന്നും ആവശ്യമില്ല. പഞ്ചസാര വ്യവസായം ഉദാഹരണമായി വരാത്തത് എന്തുകൊണ്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് കുട്ടികളെ? പഞ്ചസാര വ്യവസായത്തിന് നമുക്ക് റോ മെറ്റീരിയൽസ്, ഫാക്ടറിയൊക്കെ ആവശ്യമായതുകൊണ്ടാണ്. അപ്പൊ ഇതൊന്നും ആവശ്യമില്ലാത്ത വ്യവസായങ്ങൾ, IT വ്യവസായം, കോൾ സെന്റർ വ്യവസായം, സാമ്പത്തിക സേവനങ്ങൾ നൽകുന്ന വ്യവസായങ്ങള്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അതൊക്കെയാണ് ഫുഡ് ലോസ് വ്യവസായങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? മനസ്സിലായ? അപ്പൊ നമ്മള് ഈ ഇത്തരത്തിൽ പ്രിലിംസിന് ചോദിച്ച കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഏരിയാസ് ആയിരിക്കും നമ്മൾ ഇനി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വർക്കോട് സെഷനിൽ. ക്വസ്റ്റ്യൻ വർക്ക് ഞാൻ എല്ലായിടത്തും പറഞ്ഞ കാര്യമാണ്, നമ്മളൊരു ക്വസ്റ്റ്യൻ അല്ല പഠിക്കുന്നത്. ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഏരിയാസ് SCERTയിൽ ഇമ്പോർട്ടന്റ് ആണ്, അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ ചോദിച്ച മേഖലകൾ ഏതൊക്കെയാണ്, അതെല്ലാം സോർട്ട് ഔട്ട് ചെയ്തിട്ട് അതിന്റെ നോട്ടും കൂടെ തന്നിട്ടാണ് പോകുന്നത്. വെറും ക്വസ്റ്റ്യൻ മാത്രം പറഞ്ഞല്ല നമ്മൾ പോകുന്നത്, നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ അല്ലേ? അത് ഓർത്തിരുന്നാൽ നിനക്കൊക്കെ കൊള്ളാം. ഓക്കെ, സോ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ഇനിയും നമുക്ക് ചെയ്യേണ്ടതുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ നമുക്ക് ചെയ്യാം. വൈകുന്നേരം